ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിനു മുൻപ് ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇന്ന് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് ഹെർമിറ്റ് ആണ്, നിങ്ങളുടെ എനർജിയാണ്. എന്താണ് ഹെർമിറ്റ് കാർഡ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ ഹെർമിറ്റ് കാർഡ് പറയുന്നത് നിങ്ങളിലെ ഇന്നർ വിസ്ഡത്തെയാണ്, ഇന്നർ റിഫ്ലക്ഷനെയാണ്. തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ പോയിരുന്നു. ഇവിടെ നിങ്ങൾ തിരിച്ചറിയുന്നത്, ഞാൻ യൂണിവേഴ്സിൽ സറണ്ടർ ആയാലേ, യൂണിവേഴ്സിൽ വിശ്വസിച്ചാലേ എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുള്ളൂ. ഞാനെന്ന വ്യക്തി എന്തിനൊക്കെ വേണ്ടിയിട്ട് അലഞ്ഞു. ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടാക്കി, തിരിച്ചറിവുണ്ടാക്കി. എൻ്റെ മനസ്സിനെ എൻ്റെ കൺട്രോളിലേക്ക് കിട്ടാത്തൊരവസ്ഥയിൽ, സാധിക്കാത്തൊരവസ്ഥയിൽ എനിക്ക് യൂണിവേഴ്സായിട്ട് തന്നെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പറഞ്ഞു തന്നു. ഞാൻ എൻ്റെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ബിസി ലൈഫിൽ നിന്നും ഞാൻ താൽക്കാലികമായിട്ട് യൂണിവേഴ്സിൽ സറണ്ടർ ആവുകയാണ്, യൂണിവേഴ്സിൽ വിശ്വസിക്കുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ സോൾ സെർച്ച് ചെയ്യുകയാണ്, എൻ്റെ ആത്മാവിനെ അന്വേഷിക്കുകയാണ്. ഇവിടെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നിങ്ങളിലെ ആ ഒരു കഴിവിനെ, നിങ്ങളെന്ന വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ബിസി ലൈഫിൽ നിന്നും നിങ്ങൾ താൽക്കാലികമായിട്ടൊരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്, തനിച്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ ഹെർമിറ്റ് കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങൾ തിരിച്ചറിയുന്നത്, നിങ്ങളാണ് നിങ്ങളുടെ മെന്റർ, നിങ്ങളാണ് നിങ്ങളുടെ ഗൈഡ്. ഇവിടെ നിങ്ങൾ തിരിച്ചറിയുന്നത്, നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ പോസിറ്റീവ് തിങ്കിങ്ങിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഹേർട്ട് എന്താണോ പറയുന്നത് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന നിങ്ങളുടെ എനർജി ആയിട്ടാണ് ഹെർമിറ്റ് കാർഡ് പറയുന്നത്. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടറായി കഴിഞ്ഞു, നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. പ്രപഞ്ച ശക്തി നമുക്ക് ചുറ്റുമുണ്ടെന്ന്, ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലുണ്ടെന്ന് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചറിയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഏതൊരു ശക്തി എന്നെ തുണയ്ക്കുന്നത് പോലെ, ഏതൊരു ശക്തി എനിക്ക് പോസിറ്റീവ് എനർജി തരുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന്? ഞാൻ പറയുകയാണ്. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് സോർട്സ് കാർഡാണ്. പേജ് ഓഫ് സോർട്സ് കാർഡ് എന്താ പറയുന്നേ? നിങ്ങളെന്ന വ്യക്തി വളരെയേറെ എനർജി കൈവന്നുകൊണ്ട് ക്യൂരിയോസിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്, കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ തന്നെയായിരിക്കണം നിങ്ങളിലേക്ക് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ലേണിംഗ് ന്യൂ എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ എന്തോ ഒരു കാര്യം പഠിക്കാൻ പോവുകയാണ്. യൂണിവേഴ്സ് നോക്കുമ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിലെ ആ ഒരു ഐഡിയയാണ് കാണിക്കുന്നത്. നിങ്ങൾ പുതുതായിട്ട് എന്തൊരു കാര്യം ചെയ്യുന്നുണ്ട്, അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി യൂണിവേഴ്സിൽ ഒരു സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ ന്യൂ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. അതെന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആക്ഷൻ എടുക്കുന്ന, പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന, യൂണിവേഴ്സിൻ്റെ ഭാഗമാകുന്ന നിങ്ങളുടെ എനർജി തന്നെയാണ് ഇവിടെ പേജ് ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് ഇന്നത്തെ ദിവസം വളരെ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ഷൻ എടുക്കാനായിട്ട് പോകുന്ന നിങ്ങളെ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണ്, സെപ്പറേഷൻ ആണെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ഒത്തിരി പേരിപ്പോൾ സെൽഫ് ലവ് ചെയ്യാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് മാറ്റം തന്നെയാണ്. അഡ്വെഞ്ചറായിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്.
നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു തോട്ട് ലീഡർ ആണെന്ന് പറയുന്നു. ഇവിടെ നിങ്ങളിലെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാർഡ് പറയുന്നത്. എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആണ് നിങ്ങളെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളെന്ന വ്യക്തി ഹോണസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ വളരെയേറെ ആത്മാർത്ഥത്തോടു കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ബീയിങ് ഡയറക്റ്റ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ ഏതൊരു കാര്യത്തിൽ സത്യം അന്വേഷിക്കുന്നുണ്ട്, സീക്കിംഗ് ട്രൂത്ത് എന്നും ഈ കാർഡ് പറയുന്നു. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ ഒരു ക്ലാരിറ്റി തരാൻ പോവാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത തരാൻ പോവാണ്. അതിനായിട്ട് നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. എന്താണോ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ആ ഒരു കാര്യം തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോവുക. യൂണിവേഴ്സിൽ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഇവിടെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു സത്യം നിങ്ങൾ അറിയാൻ പോവാണ്. ഒരു വ്യക്തത വരാൻ പോവാണ്. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് പെൻഡക്കിൾ ആണ്. ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾ എന്താ പറയുന്നതെന്നറിയോ? നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചിന്തിക്കുന്നു. മാനിഫെസ്റ്റിംഗ് ന്യൂ എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എനർജി. ബിഗിനിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് പോവാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയർ, അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സ്കിൽ ആൻഡ് ട്രെയിനിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരികയാണ്. അവസരങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ്. ആ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ന്യൂ കരിയർ നോക്കുന്നവർക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കാണിക്കുന്നത്. ന്യൂ കണക്ഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തി പ്ലാൻ ചെയ്യുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോവാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ യൂണിവേഴ്സ് കാണുന്നുണ്ട്. ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് മാറ്റമാണ് വരുന്നത്. ഏതൊരു കാര്യത്തിലാണോ ഇത്രയും നാൾ നിങ്ങൾ വിഷമിച്ചിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ മാറ്റം സംഭവിക്കുകയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് പറയുകയാണ്. എർത്ത് മാജിക് സംഭവിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇത്രയും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ, നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. 3 ഓഫ് സോർട്സ് കാർഡ്. പെയിൻഫുൾ ആണ് ഈ കാർഡ് പറയുന്നത്. സെപ്പറേഷനിലാണെന്നാണ് ഈ കാർഡ് പറയുന്നത്. നോ കോണ്ടാക്റ്റ് ആണെന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ, നിങ്ങൾ ഇപ്പോൾ അവരിൽ നിന്നും മാറി നിൽക്കുന്നതിൽ അവർ വളരെയേറെ വേദനിക്കുന്നുണ്ട്. ഹാർട്ട് ബ്രേക്കിനെയാണ് ഈ കാർഡ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡ് പറയുന്നത്. കഴിഞ്ഞ രാത്രിയിൽ അവർക്ക് ഉറങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. അവർ നിങ്ങളെക്കുറിച്ച്, പാസ്റ്റിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വളരെയേറെ വേദനിച്ചിരുന്നു, സങ്കടപ്പെട്ടിരുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. വളരെയേറെ നിരാശയാണ് കാണിക്കുന്നത്. നിങ്ങൾ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല. നിങ്ങൾ അവരെ ചേസ് ചെയ്തു പോയ സമയത്ത് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടുണ്ടായില്ല. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങൾ നോക്കുകയാണ്, ഫ്യൂച്ചർ നോക്കുകയാണ്. നിങ്ങളിലേക്ക് മാറ്റം കൊണ്ടുവന്നുകൊണ്ട് യൂണിവേഴ്സിൽ നിങ്ങൾ സറണ്ടർ ആയ ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്തുവാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് 3 ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വളരെയേറെ അവർ വേദനിച്ചിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ വിലപിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻസ്പിറേഷൻ അഗെയിൻ എന്നാണ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ പ്രചോദനം കൊടുക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് പറയുന്നത് അവരുടെ ആക്ഷനെയാണ്. പേജ് ഓഫ് വാൻസ് കാർഡാണ്. പേജ് ഓഫ് വാൻസ് കാർഡ് പറയുന്നത് ന്യൂലി ഫൗണ്ട് ഇൻസ്പിറേഷൻ എന്നാണ്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ അവരുടെ ഫ്യൂച്ചറിലേക്ക് ക്ഷണിക്കാനാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷനെ ഇപ്പോൾ കാണിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പെർമിഷനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പെർമിഷൻ ആവശ്യമാണ്. നിങ്ങൾ അവരെ സ്വീകരിക്കണം, അല്ലെങ്കിൽ സ്വീകരിക്കുമോ എന്നുള്ള ഭയം ഇവിടെ കാണിക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങളുടെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന, നിങ്ങളിലാണ് അവർ എല്ലാ രീതിയിലുള്ള സന്തോഷവും കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് അവരിലേക്ക് വരികയാണ്. ഇവിടെ വളരെയേറെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരികയാണ്. ഒരു ഡ്രീമറാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അവർ വളരെയേറെ മിസ് ചെയ്യുമ്പോൾ നിങ്ങളെ സ്വപ്നം കാണുകയാണ്. നിങ്ങളുമൊത്തുള്ള ബെറ്റർ ലൈഫ് അവർ കാണുകയാണ്. അവരിലെ ന്യൂ ഐഡിയ ആണ് ഈ കാർഡ് പറയുന്നത്. അവർ ചെയ്യുന്ന പ്ലാനിങ്ങിനെ, ആക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 10 of Wands കാർഡാണ്. 10 of Wands കാർഡ് പറയുന്നത് ഹെവി ബേർഡൻസ് എന്നാണ്. അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവരായിട്ട് തന്നെയാണ് തെറ്റ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള ആ ഒരു നിമിഷത്തിൽ അവർ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് അവരുടേതായ കാര്യങ്ങൾക്കാണ്. എന്നാൽ ഇവിടെ തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങൾക്ക് അവർ മുൻഗണന തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ അവരോടൊപ്പം ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ അവർ യൂണിവേഴ്സിൻ്റെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യം തന്നെ അവർ ഇപ്പോൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ്, മാനിഫെസ്റ്റ് ചെയ്യാണ്. എൻ്റെ പേഴ്സണെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വേണം, അവരില്ലാതെ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് എന്നിലേക്ക് വന്നിട്ടുണ്ട്. ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. എനിക്ക് പാസ്റ്റിൽ ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലാകുന്നു. ഇവിടെ യൂണിവേഴ്സിനോട് ഞാൻ ഹെൽപ്പ് ചോദിക്കുകയാണ്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് എൻ്റെ പേഴ്സണെ എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ആക്ഷൻ എടുക്കാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ജസ്റ്റിസ് ആണ്. നിങ്ങളിലുള്ള ആ ഒരു കർമ്മ എൻ്റെ ആവാണ്. നാച്ചുറൽ ലോനെയാണ് കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് ഒരു ബാലൻസ് വരികയാണ്. ഇവിടെ നിങ്ങളിലേക്ക് ഒരു കാർമിക് ലെസൺ ഉണ്ടായിരുന്നു, ഒരു കർമ്മയുണ്ടായിരുന്നു. അതെൻ്റെ ആവാണ്. നിങ്ങൾ ഒരു സത്യം അറിയാൻ പോവാണ്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരു ടീച്ചിങ് നിങ്ങളുടെ പേഴ്സൺ നടന്നിട്ടുണ്ട്. ഇവിടെ തിരിച്ചറിവ് വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ബാലൻസ് തരുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ്, കറണ്ട് എനർജി എന്ന് പറയുന്നത് എന്താണ്? 9 of Cups കാർഡാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് തരാൻ പോവാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് പുരോഗതിയാണ് യൂണിവേഴ്സ് തരുന്നത്. അബൻഡൻ. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ, നന്ദി പറയൂ. നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറയൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വന്നുവെങ്കിൽ നന്ദി പറയൂ. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മളുടെ ഡിസയേഴ്സ് എന്തൊക്കെയാണോ, നമ്മളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അത് മാനിഫെസ്റ്റ് ചെയ്യാം. അത് സാധിച്ചു എന്ന് പറയുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏതുമായിക്കോട്ടെ അത് സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് പോസിറ്റീവായിട്ടുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 9 of Cups കാർഡ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഗിഫ്റ്റ് കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് പ്രതീക്ഷയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ ഏതൊക്കെ ആഗ്രഹമാണെങ്കിലും, നമുക്ക് ഒരാഗ്രഹമല്ലോ ഉണ്ടാവുക, ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഓരോന്നായിട്ട് സാധിക്കാൻ പോവാണ്. വലുതും ചെറുതുമായ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പോവാണ്. ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ പേഴ്സണ് മാറ്റം സംഭവിക്കുകയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്തുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നു. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.